എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയൊരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കാവ്. ഇത് ഭാരതപ്പുഴ പല നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ജീവനാഡിയാണ്. പാലക്കാട്, പറളി, കിളിക്കുരിശിമംഗലം, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല അങ്ങനെ പല കൊച്ചു ഗ്രാമങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന അതിസുന്ദരമായിട്ടുള്ള നമ്മുടെ നിള അല്ലെങ്കിൽ ഭാരതപ്പുഴ. പണ്ട് ഈ നദി പേരാർ, കോരയാർ, വരട്ടയാർ, വാളയാർ എന്ന പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നിള, ഭാരതപ്പുഴ, ഗായത്രി, മംഗലം നദി എന്നീ പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങി. എന്ന് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടുകാർ വിളിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ. ഈ മനുഷ്യൻ ഞാൻ വന്നപ്പോ മുതൽ അവിടെ വലയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടെ മഴക്കാലത്ത് അതിരൂക്ഷമായി എന്താ പറയാ അങ്ങ് ജ്വലിച്ച് ഒഴുകുന്ന ഒരു വലിയ പുഴയാണ് ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ നടുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഐലൻഡുകൾ പോലെ അല്ലെങ്കിൽ ദ്വീപുകൾ പോലെ ചെടികൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മഴക്കാലത്ത് ഉണ്ടാകാറില്ല കേട്ടോ. ഈ വേനൽക്കാലത്ത് മഴ കുറവായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അവിടെ ഒരുപാട് പേര് പശുവിനെയും ആടുകളെയൊക്കെ മേയിച്ച് ചെറിയ കന്നുകാലി കൃഷിയൊക്കെ നടത്തുന്ന ഇടം കൂടിയാണ് കേട്ടോ മീൻപിടുത്തവും. ഒരു കാലത്ത് നല്ല രീതിയിൽ മണൽ മാഫിയ ഉണ്ടായിരുന്ന സ്ഥലം കൂടിയായിരുന്നു. അങ്ങനെ കൂട്ടത്തിലുള്ളവൻ കിച്ചു, ഇവന് വെള്ളത്തിന്റെ അടിയിലൂടെ ക്യാമറ ഒന്ന് കൊണ്ടുപോകണമെന്ന് കുറെ നേരം എന്നോട് പറഞ്ഞു. ക്യാമറ കേടുപറ്റുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കുറച്ചു നേരം കൊടുത്തില്ല. പിന്നെ ഓർത്തൊന്ന് പോട്ടെ, നല്ല വ്യൂ കിട്ടുമല്ലോ. അങ്ങനെ കിച്ചുവിന്റെ അടിയിലേക്ക് അണ്ടർ വാട്ടർ ചെയ്ത് കുറച്ചു നേരം അടിയിൽ കൂടി പോയി. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം വെള്ളം പൊതുവെ ഒരു പായല് പിടിച്ച് ഒന്ന് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ബ്രൗണിഷ് ടോണിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവനെ മുകളിലോട്ട് കൊണ്ടുവന്നപ്പോ എന്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ അവനെ വേഗം കൊണ്ടുപോടാ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മേടിക്കും. കാരണം ഇനി കുറച്ചു നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുഴയിൽ ഒഴുകിപ്പോകും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. നല്ല മീനുകള് കാലിൽ ഇങ്ങനെ സ്പാ പരിപാടി. പുറത്ത് സ്പായിലൊന്നും പോകണ്ട കേട്ടോ, ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നാൽ മതി. കാലിലെ അഴുക്കുകളൊക്കെ മനോഹരമാക്കി ഈ സുന്ദരക്കുട്ടന്മാര് വൃത്തിയാക്കി തരും. എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ ഭാരതപ്പുഴ കാണാൻ. ഇത് ഭാരതപ്പുഴക്കടുത്തുള്ള ലക്കടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചെക്ക് ഡാമാണ്. വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്ന കൃഷിക്ക് വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും വെള്ളം ചെറിയ ചെക്ക് ഡാം കെട്ടി തടഞ്ഞു നിർത്തിയേക്കുന്ന ഒരു കുഞ്ഞു ഡാം. അങ്ങനെ ഇവിടുന്ന് തിരിക്കാം എന്നുള്ള രീതിയിൽ വളരെ വളരെ പണിപ്പെട്ട് ഇവരെല്ലാരും വണ്ടിയിൽ കയറ്റി തിരിച്ച് പോകാം എന്നുള്ളതിൽ അവിടെ നിന്ന് നടന്നു. അങ്ങനെ തിരിച്ച് വന്ന വഴിക്കാണ് അതെ ആ വന്നത് ഞാനാണ് കേട്ടോ സ്കൂട്ടറിന് ഷൂട്ട് ചെയ്തേക്കണത്, കുഞ്ഞുമാണ്. അങ്ങനെ വന്ന വഴിക്ക് ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ക്ഷേത്രം കണ്ടു. ഞാനിപ്പോ നിൽക്കുന്നത് എരവത്തൊടിക്കടുത്തുള്ള ഒരു പാടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇവിടെ വന്നപ്പോ നിന്ന ഒരു കാരണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയൊരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കാവ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് വിളക്ക് വെക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 10-200 വർഷം പഴക്കമുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിയോ, അതെ ഇറങ്ങി കല്ലുമെന്നിറങ്ങി. പാടത്തിന്റെ സൈഡിൽ പറഞ്ഞ ഇതുപോലത്തെ അതിമനോഹരമായിട്ടുള്ള ചെറിയ ഇതേപോലത്തെ കാവുകൾ. ഈ കാവ് തൊട്ടപ്പുറത്തൊരു വീടിന്റെ
അല്ലെങ്കിൽ തറവാട്ടുകാവാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണുണ്ട്. എന്തുകൊണ്ട് അവർ നവീകരിച്ചിട്ടെന്ന് അറിയില്ല. ഇതിന്റെ പുറകിൽ ആളുകൾ മദ്യപിയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതാപകാലത്ത് ഈ ക്ഷേത്രം അതിമനോഹരമായിരുന്നിരിക്കുമല്ലേ. നല്ല പച്ചപ്പ് പാടത്തിന്റെ അങ്ങ് മൂലക്കായിട്ട് ഒരു ക്ഷേത്രം. വിൽവാദ്രിനാഥനാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. പണ്ട് വിൽവാദ്രിനാഥന്റെ ക്ഷേത്രമായിരുന്നു. പിൽക്കാലത്ത് ഇവിടുന്ന് തിരുവില്ലാമലയിലേക്ക് വിൽവാദ്രിനാഥനെ കൊണ്ടുപോയി എന്ന് നാട്ടുകാർ പറയും. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഈ വശത്താണോ ആളുകൾ മദ്യപിച്ചൊക്കെ ഇട്ടേക്കണം. പക്ഷെ ഒരു പക്ഷെ അത് ലൈഫിന്റെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് കൂട്ടിയാൽ മതിയോ നാട്ടുകാരുടെ. എത്ര ഭാഗ്യവാന്മാർ ഇതുപോലത്തെ സ്ഥലത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും റെസ്റ്റ് ചെയ്യുകയും കുട്ടി കളിക്കുകയൊക്കെ ചെയ്യുന്ന നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരെത്ര ഭാഗ്യവാന്മാരാണ്. ഇത് ഭംഗിയാണല്ലോ. അങ്ങ് ദൂരെ കണ്ണെത്താ ദൂരത്ത് പാടം. ഈ ക്ഷേത്രവും ഈ പരിസരമൊക്കെ കാണുമ്പോൾ കന്മദം, അതേപോലെ തന്നെ വെങ്കലം, ഭരതന്റെ പത്മരാജന്റെ ഒക്കെ ചില സിനിമകളുടെ ഫ്രെയിമുകൾ, സർഗം സിനിമകളുടെ ഒക്കെ ഫ്രെയിമുകൾ ഓർമ്മ വരുന്നു. പക്ഷെ ഭയങ്കര വ്യൂ ആണ് ഈ വ്യൂ കാണാൻ വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി അത്രക്കും മനോഹരമാണെന്ന് നോക്കിയേ. എന്താ കാണാൻ വേണ്ടി നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര ഭംഗിയാണ്. അതും പ്രത്യേകിച്ച് ഈ ഈവനിങ്ങിൽ സ്പേസിൽ വന്ന് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി. അങ്ങ് ദൂരെ കുറെ കുട്ടികൾ എന്താ പറയുക കളിക്കുന്നുണ്ട്. നല്ല നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാം. ഈ വേനൽക്കാലത്ത് ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഈ പാടശേഖരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. 300 സിനിമയിൽ ഇതുപോലത്തെ ഒരു സീനുണ്ട്. ഇവിടെയല്ല, അവിടെ അവർ യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് വരുന്നൊരു പാടത്തിലൂടെ എല്ലാം നടന്നു വരുന്ന ഒരു സീൻ. എനിക്കത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു. 300 എന്ന് പറഞ്ഞ സിനിമ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഈ പാടത്തിന്റെ ഇടയിൽ പറമ്പിന്റെ ഇടയിലൂടെ ഒക്കെ നടക്കാൻ, പിന്നെ ചെളിയും ചേറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഓടാനും ഒക്കെ ആയിട്ട് അവർക്ക് വലിയ സന്തോഷമായി. അവിടെ ഒരു കാവുണ്ട്, അവിടെ ആളിരിപ്പുണ്ട്. നല്ല പെയിന്റ് വാട്ടർ കളർ ചെയ്യുമ്പോ അതില് ആ ബുക്കിൽ കാണിക്കും, വാട്ടർ കളറിന്റെ ബുക്കിൽ കാണിക്കുന്ന പോലെ തന്നെ ഇരിപ്പുണ്ട് ഈ സ്ഥലം. നമുക്ക് അവിടെ പോയിട്ടില്ല. ആ ക്ഷേത്രം കണ്ടപ്പോ മുതൽ എനിക്ക് മനസ്സിലിങ്ങനെ ഒരു അതെങ്ങനെ ഇരുന്നിരിക്കും ചിന്ത. ചെറിയൊരു സിനിമക്കാരന് ഇതുകൊണ്ടാകാം. അതൊന്ന് പുനഃസൃഷ്ടിച്ചാലോ, പഴയ ആ പ്രൗഢി ഉണ്ടായിരുന്ന ആ കുഞ്ഞു കാവിലെ ക്ഷേത്രത്തെ ഒന്ന് പുനഃസൃഷ്ടിച്ചാലോ, വരച്ച് അതെങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്കൊന്ന് വെറുതെ നോക്കാം. ഇതിന്റെ പല മരത്തിന്റെ സ്ട്രക്ചറുകളും മുകളിലെ സാധനങ്ങളൊക്കെ എവിടെ പോയിട്ടുണ്ടാവും അല്ലെ? മഴയത്ത് പോയതായിരിക്കും, അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞതായിരിക്കും. എന്തായാലും അറിയില്ല. ആ കല്ലിൽ സ്ഥിരമായിട്ട് ഇപ്പോഴും വിളക്ക് കത്തിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെന്നപ്പോ അവിടെ തീപ്പെട്ടി ഇതൊക്കെ കണ്ടു. സിഗരറ്റ് വലിക്കണം അറിയില്ല, പക്ഷെ വിളക്ക് കത്തിക്കണതിന്റെ അവിടെ കർപ്പൂരമൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് ഒന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ സ്കെച്ച് എന്ന് പറയാവുന്നത്. നമുക്കിതിനെ കളർ ചെയ്ത് കുറച്ചും കൂടി ഭംഗിയാക്കാം. പിന്നെ ഇതിലൂടെ ഒരു സ്ട്രക്ചർ, ചെറിയ റോഡ്, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആഹാ ഭംഗി. നമ്മൾ സിനിമയ്ക്ക് സെറ്റ് ഇട്ടേക്കുന്ന പോലെയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ കണ്ടത്. ഇനി ഇതിന്റെ അകത്ത് ക്ഷേത്രം, ഈ വഴിയിലൂടെ അകത്തോട്ട് പോയ ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ പിൽക്കാലത്ത് വീട്ടിലെത്തിയപ്പോഴും അറിയണം. ഞാൻ ഇതിനൊരു ഓറഞ്ച് സ്റ്റോൺ കൊടുത്തു കേട്ടോ. വെള്ളയാണ് അവിടെ അടിച്ചിരുന്ന വെച്ചൊന്ന് തോന്നണം, പൊളിഞ്ഞിരുന്ന ആ ക്ഷേത്രത്തിൽ. ഞാൻ ഇതിന് ഇങ്ങനെ ഒരു കളർ ടോണിലോട്ട്, പുതിയ ഇപ്പോഴത്തെ അമ്പലങ്ങളുടെ ഒരു കളർ ടോണിലോട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. ചെറിയൊരു ചവിട്ടുപടിയും പിന്നെ ഒരു പൊക്കം കുറഞ്ഞ ഒരു കൽവിളക്കും അതിലൂടെ ചെറിയൊരു പാതയും ഒക്കെ ആയിട്ട് എന്തോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, നോക്ക്. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.